definition എന്താണ്? A subgroup H of a group. A subgroup H of a group capital G is called a normal subgroup of G if every left coset is a right coset, or left cosets and right cosets are identical. എല്ലായ്പ്പോഴും അങ്ങനെ ആവണമെന്നില്ല. ഇത്തരം കോസറ്റുകളാണ് നമ്മൾ എന്ത് വിളിക്കുന്നത്? സോറി, ഇത്തരം സബ് ഗ്രൂപ്പുകളാണ് നമ്മൾ നോർമൽ സബ് ഗ്രൂപ്പ് എന്ന് വിളിക്കുന്നത്. We denote the symbol this. We have S3. Suppose, for example, we have S3 is equal to 1, 1, 2, 3, 1, 3, 2, etc. Is a group under. അറിയാലോ, S3 elements ആണ്. 0 degree cycle, 120 degree cycle, 240 degree cycle. പിന്നെ എന്താ 1 ഫിക്സ് ചെയ്യുന്നു, ബാക്കി 2 ഇന്റർചേഞ്ച് ചെയ്യുന്നു, 2 ഫിക്സ് ചെയ്യുന്നു, 3 ഫിക്സ് ചെയ്യുന്നു. It's a group under permutation multiplication. We have H is equal to റൊട്ടേഷൻസ് മാത്രം കൊടുത്തു. ഈ സബ്ഗ്രൂപ്പ് റൊട്ടേഷൻ സബ്ഗ്രൂപ്പ് ആണ്. റൊട്ടേഷൻ സബ്ഗ്രൂപ്പിന്റെ പ്രത്യേകത എന്താണ്? എപ്പോഴും അബീലിനായി റൊട്ടേഷൻ സബ്ഗ്രൂപ്പ് മാത്രം. ഈസ് എ സബ്ഗ്രൂപ്പ് ഓഫ് S3. ഇനി ആ സബ്ഗ്രൂപ്പിന്റെ ലെഫ്റ്റ് കോസെറ്റ്സുകൾ അല്ലെ, S3 ഒരു എലമെന്റ് എടുത്തു, അതിന്റെ ലെഫ്റ്റ് കോസെറ്റും റൈറ്റ് കോസെറ്റും സെയിം ആണെന്ന് കണ്ടു. S3 1, 2, 3 എടുത്തു, 1, 2, 3 H ഉം H1, 2, 3 സെയിം ആണെന്ന് കണ്ടു. S3 1, 3, 2 എടുത്തു, 1, 3, 2 H1, 3, 2 സെയിം ആണെന്ന് കണ്ടു. S3 2, 3 എടുത്തു, 2, 3 H ഉം H, 2, 3 സെയിം ആണെന്ന് കണ്ടു. S3 1, 3 എടുത്തു, 1, 3 H ഉം H1, 3 സെയിം ആണെന്ന് കണ്ടു. S3 1, 2 എടുത്തു, 1, 2 H ഉം H1, 2 സെയിം ആണെന്ന് കണ്ടു. ഇതിൽ നിന്ന് എന്താ മനസ്സിലാവുന്നത്? Hന്റെ എല്ലാ ലെഫ്റ്റ് കോസെറ്റും Hന്റെ എല്ലാ റൈറ്റ് കോസെറ്റും സെയിം ആണെന്ന് കണ്ടു. AH is equal to HA for all A belongs to S3. Hence H is a normal subgroup of S3 അല്ലേ. Then H is a normal subgroup of S3. H is a normal subgroup of S3. H is a normal subgroup of S3. So, for example 2 ആയിട്ട് for the group S3, consider the subgroup K is equal to cycle 1 ഉം cycle 2, 3. ഇതൊരു സബ് ഗ്രൂപ്പാണ്. ഇവിടെ നമുക്ക് എല്ലാവരും സെയിം ആവണമല്ലോ. ഇവിടെ 1, 2, 3 element of S3. Then 1, 2, 3ന്റെ ലെഫ്റ്റ് കോസെറ്റ് ആരാ? 1ന്റെ കൂടെയും 2, 3ന്റെയും ലെഫ്റ്റ് സൈഡിൽ 1, 2, 3 ഓപ്പറേറ്റ് ചെയ്യാം. അപ്പോൾ എന്താവും? 1, 2, 3 ഇവിടെ 1, 2, 3യും 1, 2, 2, 3, 3, 1, 2, 3, 1, 2, 3, 2, 3, 3, 2. എന്താ പറയുക? 1, 2, 3, 1ന്റെ ഇമേജ് 1, 1ന്റെ ഇമേജ് 2, 2ന്റെ ഇമേജ് 3, 3ന്റെ ഇമേജ് 1, 3ന്റെ ഇമേജ് 2, 2ന്റെ ഇമേജ് 3. ഇതാരാ? 3 ഫിക്സഡ് 1, 2. 1, 2, 3, 1, 2. അടുത്ത് 2, 3 ആണ് അല്ലേ? ഇവിടെ 2, 3. അല്ല, രണ്ടുപേരിലേ ഉള്ളൂ. ഓക്കെ, ഇത് വന്നല്ലേ. അടുത്ത് റൈറ്റ് കോസെറ്റ് നോക്കിയാലോ. H into 1, 2, 3. What is H into 1, 2, 3? H element ആരാ? 1 റൈറ്റ് സൈഡിൽ 1, 2, 3, 2, 3 റൈറ്റ് സൈഡിൽ 1, 2, 3 അല്ലേ?
is equal to 1 2 3 2 3 1 2 3 1 2 3 2 3 2 3 ലോട്ട് പോകും 3 2 ലോട്ട് പോകും 1 2 3 1 2 ലോട്ട് പോകും 2 3 ലോട്ട് പോകും 3 1 ലോട്ട് വരും ഇവിടെ 1 2 3 1 ന്റെ ഇമേജ് 2 2 ന്റെ ഇമേജ് 3 2 ന്റെ ഇമേജ് 3 3 ന്റെ ഇമേജ് 2 3 ന്റെ ഇമേജ് 1 1 ന്റെ ഇമേജ് 1 ഇത് 1 3 ആണല്ലേ നോക്കട്ടെ ഈ രണ്ട് കോസെറ്റ് നോക്കി ഇതാണല്ലോ 1 2 3 h ഇതല്ലേ h 1 2 3 ലെഫ്റ്റും റൈറ്റും കോസെറ്റിലെ രണ്ടും സെയിം ആണോ ഒരു എലമെന്റ് കോമൺ ആയിട്ടുള്ളൂ അല്ലേ ഒരു എലമെന്റ് കോമൺ ആയിട്ടുള്ളൂ മറ്റേ എലമെന്റ് സെയിം അല്ലല്ലോ ഇതെന്തല്ല ഈ രണ്ട് ലെഫ്റ്റ് കോസെറ്റും റൈറ്റ് കോസെറ്റും സെയിം അല്ലല്ലോ ദാറ്റ് ഈസ് h1 2 3 not equal to 1 2 3 h therefore h is not a normal subgroup of h is not a normal subgroup അയ്യോ ഇവിടെ h അല്ലല്ലോ k അല്ലേ എടുക്കേണ്ടിയിരുന്നത് നിങ്ങളത് കേട്ടിരിക്കുകയായിരുന്നു ഇവിടെ k എന്നല്ലേ ഞാൻ സബ്ഗ്രൂപ്പിന്റെ പേരെടുത്ത് k എന്നല്ലേ സബ്ഗ്രൂപ്പിന്റെ പേര് എടുക്കേണ്ടേ എടുത്തിരിക്കുന്നത് ഇവിടെ 1 2 3 k ആണ് അല്ലേ k 1 2 3 ആണ് അപ്പോൾ ഇവിടെ k 1 2 3 not equal to 1 2 3 k therefore k is not a normal subgroup of S3 ശരിയല്ലേ ഇവിടെ കണ്ടല്ലോ തൊട്ടു മുമ്പ് h നോർമൽ സബ്ഗ്രൂപ്പ് ഓഫ് S3 എന്നുണ്ട് ഇവിടെയാണെങ്കിൽ ഈ സബ്ഗ്രൂപ്പ് എടുത്തപ്പോൾ ഇത് നോർമൽ സബ്ഗ്രൂപ്പ് അല്ല S3 ന്റെ ഇപ്പൊ നോർമൽ സബ്ഗ്രൂപ്പ് ആവണമെങ്കിൽ എല്ലാ ലെഫ്റ്റ് കോസെറ്റുകളും റൈറ്റ് കോസെറ്റുകളും സെയിം ആവണം ഇവിടെ ഒരെണ്ണം തെറ്റി ബാക്കിയെല്ലാം ശരിയായാലും പറ്റൂലല്ലോ എല്ലാ ലെഫ്റ്റ് കോസെറ്റും റൈറ്റ് കോസെറ്റും സെയിം ആവണ്ടേ എല്ലാ ലെഫ്റ്റ് കോസെറ്റും റൈറ്റ് കോസെറ്റും സെയിം ആയാലേ നോർമൽ ആവുള്ളൂ ഇവിടെ ഈ പർട്ടിക്കുലർ ലെഫ്റ്റ് കോസെറ്റ് ഈ പർട്ടിക്കുലർ എലമെന്റ് എടുത്തപ്പോൾ കിട്ടിയ ലെഫ്റ്റ് കോസെറ്റും റൈറ്റ് കോസെറ്റും ഐഡന്റിക്കൽ ആയില്ല അല്ലേ ഈ രണ്ട് എലമെന്റും കോമൺ ആയി പക്ഷെ 1 2 ഇവിടെ 1 3 അല്ലേ രണ്ടും സെയിം അല്ലല്ലോ അപ്പൊ ഇത് രണ്ട് കോസെറ്റ് ലെഫ്റ്റ് കോസെറ്റും റൈറ്റ് കോസെറ്റും സെയിം അല്ല therefore k is not a normal subgroup of S3 അപ്പോൾ നോർമൽ സബ്ഗ്രൂപ്പ് എന്താണെന്ന് പിടികിട്ടിയല്ലോ ലെഫ്റ്റ് കോസെറ്റും റൈറ്റ് കോസെറ്റും എല്ലാ ലെഫ്റ്റ് കോസെറ്റും ഫോർ ഓൾ കണ്ടില്ലേ ജിയിൽ നിന്ന് എടുക്കുന്ന എല്ലാ എലമെന്റ്സും അപ്പൊ എല്ലാ ലെഫ്റ്റ് കോസെറ്റും റൈറ്റ് കോസെറ്റും സെയിം ആണെങ്കിൽ മാത്രമേ എന്താവുള്ളൂ നോർമൽ സബ്ഗ്രൂപ്പ് ആവുള്ളൂ തിയറം 3.6 അല്ലേ നോർമൽ സബ്ഗ്രൂപ്പ് ടെസ്റ്റ് ആണ് നമുക്ക് എല്ലായ്പ്പോഴും ഇത്രയും കാര്യങ്ങളൊക്കെ ഇത്രയും ഓരോരോ എലമെന്റ്സ് എടുത്ത് ലെഫ്റ്റ് കോസെറ്റും റൈറ്റ് കോസെറ്റും സെയിം ആണോ നോക്കിക്കൊണ്ടിരിക്കുക പ്രായോഗികമല്ല അപ്പൊ നമ്മൾ കുറച്ചുകൂടി എളുപ്പമുള്ള വേറെ മാർഗങ്ങളിലോട്ട് പോവാണ് കുറച്ചുകൂടി എളുപ്പമുള്ളതാണ് ഈ തിയറം if and only if theorem ആണ് സ്റ്റേറ്റ്മെന്റിന് ഇത് ഡെഫിനിഷന് പകരം യൂസ് ചെയ്യാം a subgroup h of a group G a subgroup h of G is normal in G if and only if x inverse subset of H
for all x in G, for all x belongs to G. Definition വേറെ യൂസ് ചെയ്യാം. A subgroup H of a group G, a subgroup H of a group G is normal subgroup of G if and only if XH X inverse subset of H for all A belong. ഇത് ഒറ്റ കണ്ടീഷൻ ചെയ്താൽ XH X inverse H ന്റെ സബ്സെറ്റ് ആയാൽ മതി. മറ്റവിടെയാണെങ്കിൽ ലെഫ്റ്റ് കോസെറ്റ് റൈറ്റ് കോസെറ്റ് ഒരുമിച്ച് നോക്കിക്കൊണ്ടിരിക്കേണ്ടി വരും. അപ്പോൾ a subgroup H of a group G is a normal subgroup of G if and only if XH X inverse subset of H for all X belongs to G. അപ്പോൾ എന്ത് അസ്യൂം ചെയ്യണം? സപ്പോസ് H is a normal subgroup of G എന്ന് അസ്യൂം ചെയ്തിട്ട് ഈ കണ്ടീഷൻ പ്രൂവ് ചെയ്യണം അല്ലേ? ഫസ്റ്റ് സപ്പോസ് ദാറ്റ്, ഫസ്റ്റ് അസ്യൂം the subgroup H is a normal subgroup of G. First assume the subgroup H is a normal subgroup of G. G എന്ന ഗ്രൂപ്പിന്റെ നോർമൽ സബ് ഗ്രൂപ്പാണ് H എന്ന് അസ്യൂം ചെയ്യും. നമുക്ക് എന്ത് പ്രൂവ് ചെയ്യണം? XH X ഇൻവേഴ്സ് സബ്സെറ്റ് ഓഫ് H എന്നല്ലേ പ്രൂവ് ചെയ്യണ്ടേ അല്ലേ? XH X ഇൻവേഴ്സ് സബ്സെറ്റ് ഓഫ് H എന്ന് പ്രൂവ് ചെയ്യാണ് നമ്മുടെ അല്ലേ? ഇവിടെ എത്തണം. ഫോർ ഓൾ X ബിലോങ്സ് ടു G അല്ലേ? അപ്പോൾ നമ്മൾ എന്ത് ചെയ്യാം? ഈ കണ്ടീഷൻ എത്തണമെങ്കിൽ എന്ത് വേണം? അവിടെ ഏതെങ്കിലും X എടുക്കുക അല്ലേ? ഫോർ എനി X ബിലോങ്സ് ടു G. എവിടെ നിന്ന് എടുക്കുന്നു? G എന്ന് എടുക്കുന്നു. ഫോർ എനി X ബിലോങ്സ് ടു G, G യിൽ നിന്ന് X എടുക്കുന്നു. ഈ X എവിടെ ഉണ്ടെന്ന് കാണിച്ചാൽ മതി. ആൻഡ് H എടുക്കുന്നു. എവിടെ നിന്നാ? H ബിലോങ്സ് ടു H അല്ലെ? ഇടോ ഇത് സബ്സെറ്റ് ഓഫ് H ആണെന്ന് പറയും. ഇതൊരു സെറ്റ് അല്ലേ? ഇതൊരു സെറ്റാണ്. ഇതിപ്പോ സബ് ഗ്രൂപ്പ് ആണോന്നില്ല. H എന്ന സബ് ഗ്രൂപ്പിന്റെ ലെഫ്റ്റ് സൈഡിൽ, H എന്ന സബ് ഗ്രൂപ്പിന്റെ ഓരോ എലമെന്റ്സിന്റെ ലെഫ്റ്റ് സൈഡിൽ എക്സും റൈറ്റ് സൈഡിൽ എക്സ് ഇൻവേഴ്സും ഓപ്പറേറ്റ് ചെയ്യുമ്പോൾ കിട്ടുന്ന ഒരു പുതിയ സെറ്റാണ് ഇത്. സബ്സെറ്റ് ആവാം, സബ് ഗ്രൂപ്പ് ആവണമെന്നില്ല. Hന്റെ അല്ല, ജിന്റെ സബ്സെറ്റ് സബ് ഗ്രൂപ്പ് ആവണമെന്നില്ല. ഇപ്പൊ ഇവിടുത്തെ ഒരു എലമെന്റ് ഇവിടെ ഉണ്ടെന്ന് കാണിച്ചു, ഇവിടുത്തെ എല്ലാ എലമെന്റ്സ് ഇവിടെ ഉണ്ടെന്ന് കാണിച്ചാൽ മതിയല്ലോ. അപ്പൊ ഇതൊരു സെറ്റാണ്. ഞാൻ പറയാൻ ഉദ്ദേശിച്ചത് ഒരു സെറ്റ് ആണെന്നാണ്. ഇതൊരു സെറ്റാണ്. ഈ സെറ്റും ഈ സെറ്റ് H എന്ന സെറ്റിന്റെ സബ്സെറ്റ് ആണെന്ന് കാണിക്കാൻ വേണ്ടിയിട്ട് ഈ സെറ്റിലെ എല്ലാ എലമെന്റ്സും Hലുണ്ടെന്ന് കാണിക്കണം. എന്ന് വെച്ചാൽ ഇവിടുത്തെ ഒരു ആർബിട്രറി എലമെന്റ് Hലുണ്ടെന്ന് കാണിച്ചാൽ മതിയല്ലോ. അപ്പൊ X ഇൻവേഴ്സിലെ ഒരു ആർബിട്രറി എലമെന്റ് എടുക്കുക. ദെൻ XH X ഇൻവേഴ്സിലെ ആർബിട്രറി എലമെന്റ് എങ്ങനെ ഇരിക്കും? സ്മാൾ h സ്മാൾ x ഇൻവേഴ്സ്. ഇവിടുത്തെ എലമെന്റാ XH X ഇൻവേഴ്സിലെ എലമെന്റ് ആണ് അല്ലേ? XH X ഇൻവേഴ്സ് X എലമെന്റ് ആണ് അവിടെ. അപ്പോൾ XH X ഇൻവേഴ്സ് എവിടെ ഉണ്ടെന്ന് പറയണം? XH X ഇൻവേഴ്സ് എവിടെ ഉണ്ടെന്ന് പറയണം? Hലുണ്ടെന്ന് പറയണം. ഈ H നോർമൽ എന്നല്ലേ നമ്മൾ അസ്യൂം ചെയ്ത് വെച്ചിരിക്കുന്നത്. H നോർമൽ ആയതുകൊണ്ട് XH X ഇൻവേഴ്സ് XH X ഇൻവേഴ്സ് XH X ഇൻവേഴ്സ് XH X ഇൻവേഴ്സ് is equal to പിന്നെ HX X ഇൻവേഴ്സ് എന്നാക്കാലോ. എന്തുകൊണ്ടാ? സിൻസ് H is a normal subgroup അല്ലേ?
സിൻസ് H നോർമൽ സബ് ഗ്രൂപ്പ് ആണ്, സിൻസ് H is a normal subgroup, H is a normal subgroup and H is a normal subgroup implies XH is equal to HX അല്ലേ. അപ്പോ XH ഇവിടെ ഒരു കുറച്ചൊരു പ്രശ്നം വരും. കാരണം നമ്മളിവിടെ XH is equal to HX ഒരു പർട്ടിക്കുലർ എലമെന്റ് ആണ് H. നമ്മൾ നേരത്തെ അങ്ങനെയാണെങ്കിൽ ഇതിലൊരു പ്രശ്നം ഇവിടെ കണ്ടില്ലേ, ഇവിടെ നോർമൽ സബ് ഗ്രൂപ്പ് ആയപ്പോഴും ഇവിടെ 1 3 വന്നത് എങ്ങനെ 1 2 3 1 2 ആണ്, പക്ഷെ 1 2 1 2 3 2 3 ആണ്. അപ്പൊ ഇത് തെറ്റിപ്പോവും. അപ്പൊ അങ്ങനെ പറ്റൂല, ഇങ്ങനെ എടുത്താൽ ശരിയാവത്തില്ല. അപ്പൊ ഇത് ഇവിടെ എങ്ങനെ എടുക്കാം, ഇത് X ഇൻവേഴ്സ് XH X ഇൻവേഴ്സ് എലമെന്റ് ഓഫ് XH ക്യാപിറ്റൽ X ഇൻവേഴ്സ് അല്ലെ. ഇനി ഗിവൺ H നോർമൽ അല്ലേ, H നോർമൽ, H ഈസ് നോർമൽ, H നോർമൽ സബ് ഗ്രൂപ്പ് ആയതുകൊണ്ട് നമുക്ക് എന്ത് എഴുതാം, ഇങ്ങനെ എഴുതാലോ, HX is equal to XH for all X belongs to G അല്ലേ. അങ്ങനെയാണെങ്കിൽ ഞാൻ രണ്ട് സൈഡും X ഇൻവേഴ്സ് കൊണ്ട് ഓപ്പറേറ്റ് ചെയ്താലോ, X ഇൻവേഴ്സ് HX is equal to X ഇൻവേഴ്സ് XH അല്ലേ. അപ്പോൾ X ഇൻവേഴ്സ് HX is equal to H ആയില്ലേ, X ഇൻവേഴ്സ് X ഇൻവേഴ്സ് ഐഡന്റിറ്റി ഇൻറ്റു H അല്ലേ, ഐഡന്റിറ്റി H അല്ലേ, അത് H അല്ലേ. ശരിയല്ലേ. അപ്പൊ X ഇൻവേഴ്സ് HX is equal to X for all X belongs to G. അപ്പൊ എന്തെഴുതാം, ഇവിടെ XH X ഇൻവേഴ്സ് ആണ് വേണ്ട അല്ലെ. ഒരു കാര്യം ചെയ്യാം, XH X ഇൻവേഴ്സ് വരാൻ വേണ്ടിയിട്ട് ഇവിടെ XH X ഇൻവേഴ്സ് വരണം. പിന്നെ രണ്ട് സൈഡും X ഇൻവേഴ്സ് കൊണ്ട് റൈറ്റ് സൈഡ് ഓപ്പറേറ്റ് ചെയ്യാണ്. X ഇൻവേഴ്സ് ഈക്വൽ ടു XH X ഇൻവേഴ്സ്. കാരണം X G എലമെന്റ് ആയതുകൊണ്ട് X ഇൻവേഴ്സ് ഉണ്ടാവുമല്ലോ. അപ്പൊ ഇവിടെ എന്താവും, H ഇൻറ്റു ഐഡന്റിറ്റി ആവും, ഈക്വൽ ടു XH X ഇൻവേഴ്സ്. H ഇൻറ്റു ഐഡന്റിറ്റി ആരാണ്, H ആണ് അല്ലെ.
അല്ലെ, ഐഡന്റിറ്റി എലമെന്റിന്റെ കറസ്പോണ്ടിങ് ആയിട്ടുള്ള കോസറ്റ് എടുക്കുമ്പോൾ അത് തന്നെ കിട്ടും, ആ സബ് ഗ്രൂപ്പ് തന്നെ കിട്ടും. എക്സ് എച്ച് എക്സ് ഇൻവേഴ്സ്. അപ്പോൾ ദാറ്റ് ഈസ് എന്തായി, എക്സ് എച്ച് എക്സ് ഇൻവേഴ്സ് ഈക്വൽ ടു എച്ച്. therefore ആര് സബ് ഗ്രൂപ്പായി, എക്സ് എച്ച് എക്സ് ഇൻവേഴ്സ് ആരുടെ സബ്സെറ്റ് ആയി, ഈക്വൽ ആണെങ്കിൽ പിന്നെ സബ്സെറ്റ് ആയിരിക്കും, അങ്ങോട്ടും ഇങ്ങോട്ടും സെയിം ആവില്ല അല്ലെ. എ ഈക്വൽ ടു ബി ആണെങ്കിൽ എ സബ്സെറ്റ് ഓഫ് ബി ആണ്, ബി സബ്സെറ്റ് ഓഫ് എയും ആണ്. നമുക്കിവിടെ ഒരു സൈഡ് മതിയല്ലോ. അപ്പോ നമുക്ക് ഈ സ്റ്റെപ്പ് വേണ്ട ഇവിടെ, ആക്ച്വലി ഈ സ്റ്റെപ്പിന്റെ ആവശ്യമില്ലല്ലോ, നമ്മൾ അസ്യൂം ചെയ്തല്ലേ. ഫോർ ഓൾ അല്ലേ, ഫോർ ഓൾ എക്സ് ബിലോങ്സ് ടു ജി. അപ്പോൾ എച്ച് നോർമൽ സബ് ഗ്രൂപ്പ് ആണെങ്കിൽ, എച്ച് ജിന്റെ നോർമൽ സബ് ഗ്രൂപ്പ് ആണെങ്കിൽ എക്സ് എച്ച് എക്സ് ഇൻവേഴ്സ് സബ്സെറ്റ് ഓഫ് എച്ച് ഫോർ ഓൾ എക്സ് ബിലോങ്സ് ടു ജി. തിരിച്ച് കോൺവേഴ്സ്ലി എക്സ് എച്ച് എക്സ് ഇൻവേഴ്സ് സബ്സെറ്റ് ഓഫ് എച്ച്, കോൺവേഴ്സ്ലി അസ്യൂം xh x inverse subset of h, xh x inverse subset of h for all x belongs to G. അപ്പോൾ നമുക്ക് എന്ത് പ്രൂവ് ചെയ്യണം, therefore h is a normal subgroup of G എന്ന് പ്രൂവ് ചെയ്യണം അല്ലേ. therefore h is a normal subgroup of G എന്ന് പ്രൂവ് ചെയ്യണം. h is a normal subgroup of G എന്ന് പ്രൂവ് ചെയ്യണമെങ്കിൽ എന്ത് വേണം, xh is equal to hx for all x belongs to G എന്ന് വേണം. ഇതിന്റെ ഡെഫിനിഷൻ ഇത് വരണമെങ്കിൽ എന്ത് വേണം, xh സബ്സെറ്റ് ഓഫ് hx എന്നും വേണം, പിന്നെ എന്ത് വേണം, hx സബ്സെറ്റ് ഓഫ്, രണ്ട് സബ്സെറ്റുകളല്ലേ അല്ലെ, എ ഈക്വൽ ടു ബി എന്നല്ലേ പ്രൂവ് ചെയ്യണ്ടേ. അപ്പോ ഫോർ ഓൾ എക്സ് ബിലോങ്സ് ടു ജി എന്ന് വേണം അല്ലെ. എച്ച് ഇസ് ഈക്വൽ ടു എച്ച് എന്ന് പ്രൂവ് ചെയ്യണം. അപ്പോൾ എ എച്ച് സബ്സെറ്റ് ഓഫ് എച്ച് എന്നും എച്ച് എ സബ്സെറ്റ് ഓഫ് എ എച്ച് എന്നും ഞാൻ എക്ക് ഒരു എക്സ് എടുത്തു, ഇതുണ്ടെങ്കിൽ ഈ ലൈൻ എഴുതാം. അപ്പോൾ ഇനി എക്സ് എച്ച് സബ്സെറ്റ് ഓഫ് എച്ച് എക്സ് ആണ് വരുത്തേണ്ടത് അല്ലെ. അപ്പോ നമ്മൾ അസ്യൂം ചെയ്തിരിക്കുന്ന എക്സ് എച്ച് എക്സ് ഇൻവേഴ്സ് സബ്സെറ്റ് ഓഫ് എച്ച് എന്നല്ലേ. അപ്പോൾ നമുക്കിവിടെ ഇങ്ങനെയായാലും മതി, എക്ക് പകരം എക്സിന് പകരം എക്സിന് പകരം എ എന്നെടുത്താലും നമുക്ക് ഒരു ചെറിയൊരു മാറ്റം വരുത്താം. എക്സിന് പകരം എ എന്നെടുത്താലും ഈ പ്രോപ്പർട്ടി ശരിയായാൽ മതിയല്ലോ. h is equal to subset of HA, HA subset of H for all A belongs to G, for H is equal to HA for all A belongs to G. അപ്പോ ഞാനിവിടെ പുട്ട് എക്സിന് പറഞ്ഞ എ എടുക്കും, എക്സിന് ഒരു പർട്ടിക്കുലർ എ എടുക്കും, then എക്സ് എ അല്ലേ, എ എച്ച് എ ഇൻവേഴ്സ് സബ്സെറ്റ് ഓഫ് എച്ച് ആണ്, ശരിയല്ലേ. എ എച്ച് എ ഇൻവേഴ്സ് സബ്സെറ്റ് ഓഫ് എച്ച്, എ എച്ച് എ ഇൻവേഴ്സ് സബ്സെറ്റ് ഓഫ് എച്ച് ആണെങ്കിൽ നമ്മൾ നേരത്തെ കോസറ്റിന്റെ പ്രോപ്പർട്ടി വെച്ച് നമുക്ക് എന്ത് പറയാം, ഇംപ്ലൈസ് എ എച്ച് സബ്സെറ്റ് ഓഫ് എച്ച് അല്ലെ. ഇനി പുട്ട്
ഇതാണ് ഇക്വേഷൻ 1 എന്ന് കഴിഞ്ഞ് എടുക്കാം. In 1 put x is equal to a inverse in 1, then a inverse h, a inverse the whole inverse, a inverse h a അല്ലല്ലോ, അത് മൊത്തമായില്ലല്ലോ, സബ്സെറ്റ് ഓഫ് എച്ച് ആണല്ലോ, ഇതല്ലേ ഇക്വേഷൻ 1 അതല്ലേ, സബ്സെറ്റ് ഓഫ് എച്ച് അല്ലേ. അപ്പോ എ ഇൻവേഴ്സ് എച്ച് എ സബ്സെറ്റ് ഓഫ് എച്ച്. ഇവിടെ നമുക്ക് എന്ത് പറയാം, മുകളിൽ പറഞ്ഞതുപോലെ എച്ച് എ അല്ലെ, എച്ച് എ സബ്സെറ്റ് ഓഫ് എ എച്ച്. രണ്ടും ആയല്ലോ അല്ലെ. അപ്പൊ ഏതോ ഒരു എ എടുത്താലും ശരിയാവും. ഏത് എ എടുത്താലും എ എച്ച് സബ്സെറ്റ് ഓഫ് എച്ച് എയും എച്ച് എ സബ്സെറ്റ് ഓഫ് എ എച്ചും ആവും. So AH is equal to HA for all A belongs to G, and H is a normal subgroup of G. Now, a subgroup H of a group G is normal in G if and only if such X inverse element of H subset of H for all X belongs to G. Next theorem. Every subgroup of an abelian group is normal. Every subgroup of an abelian group is normal. Every subgroup of an abelian group is normal subgroup. Every subgroup of an abelian group is normal subgroup. അപ്പോൾ ഏത് അബീലിയൻ ഗ്രൂപ്പിന്റെ സബ്ഗ്രൂപ്പ് നോർമൽ സബ്ഗ്രൂപ്പ് ആയിരിക്കും? പ്രൂഫായിട്ട് let G be an abelian group and H be any subgroup of G. Let capital G be an abelian group and H be a subgroup of G. അപ്പോ H നോർമൽ സബ്ഗ്രൂപ്പ് എന്നല്ലേ പ്രൂവ് ചെയ്യണ്ടേ? H നോർമൽ സബ്ഗ്രൂപ്പ് എന്ന് പ്രൂവ് ചെയ്യാൻ വേണ്ടി എന്ത് ചെയ്യണം? AH is equal to HA for all A belongs to G എന്ന് മതിയല്ലോ അല്ലേ? അപ്പോ ഇത് പ്രൂവ് ചെയ്യാൻ അപ്പോൾ AH ഈക്വൽ ടു HA എന്ന് AH സബ്സെറ്റ് ഓഫ് HA എന്നും HA സബ്സെറ്റ് ഓഫ് AH എന്നും പ്രൂവ് ചെയ്യണം അല്ലേ? അപ്പോൾ A എലമെന്റ് ഓഫ് G ആണെങ്കിൽ നമ്മൾ ആദ്യം AH സബ്സെറ്റ് ഓഫ് HA എന്ന് പ്രൂവ് ചെയ്യാൻ വേണ്ടി പോണേ. അപ്പോ ഞാനൊരു AH സബ്സെറ്റ് ഓഫ് HA എന്ന് പ്രൂവ് ചെയ്യാൻ വേണ്ടിയിട്ട് AH ൽ നിന്ന് ഒരു X എടുത്തു അല്ലെ, അത് HA ഉണ്ടെന്ന് പറഞ്ഞാൽ മതിയല്ലോ. അങ്ങനെയാണെങ്കിൽ X എങ്ങനെ ഇരിക്കും? സ്മോൾ a ഇൻറ്റു സ്മോൾ h for some h belongs to h. h എന്ന് പറയാലോ, കാരണം എന്താ? G എന്ന ഗ്രൂപ്പ് അബീലിയൻ ഗ്രൂപ്പ് അല്ലേ? G എന്ന ഗ്രൂപ്പിലെ എലമെന്റ്സുകളല്ലേ എയും എച്ചും ഒക്കെ. G അബീലിയൻ ആയതുകൊണ്ട് X is equal to HA ആവും. അപ്പൊ എവിടെ ഉണ്ടാവും? X എവിടെ ഉണ്ടാവും? HA ഉണ്ടാവും അല്ലെ? സ്മോൾ h എലമെന്റ് ഓഫ് H ആണ്, സ്മോൾ a G എലമെന്റ് ആണ്. അപ്പൊ എവിടെയും തുടങ്ങി എവിടെ എത്തി? X AH ഉണ്ടെന്ന് എടുത്തു. X എവിടെ ഉണ്ടെന്ന് എത്തി? HA ഉണ്ടെന്ന് എത്തി. ദാറ്റ് എന്ത് പറയാം?
എച്ച് സബ്സെറ്റ് ഓഫ് എച്ച് ആണ് അല്ലേ? ഏത് എ എടുത്താലും ശരിയാവും. ഫോർ ഏതോ ഒരു എ എടുത്തപ്പോൾ ശരിയായെങ്കിൽ ജിയിലെ ഏത് എ എടുത്താലും ശരിയാവും. അതുപോലെ തിരിച്ചു പറയാലോ. y element of HA അല്ലേ? HA സബ്സെറ്റ് ഓഫ് H എന്നല്ലേ പറയുന്നത്. y എങ്ങനെ ഇരിക്കും? y is equal to ഒരു H1A അല്ലേ? സം H1 element of H. ഏതോ ഒരു Hലെ ഏത് എലമെന്റ് വേണമാവാം. y is equal to ഇതിനെ തിരിച്ചെഴുതാലോ A H1 എന്താ? സിൻസ് G അബീലിയൻ. ഇതെല്ലാം ജിക്കകത്തുള്ള എലമെന്റ്സ് അല്ലേ? Hനകത്തുള്ളയാലും ജിക്കകത്തുള്ളതാണല്ലോ. അപ്പോൾ y എവിടെ ഉണ്ടാവും? സ്മോൾ a Hലുണ്ടാവും. അപ്പോൾ HA തുടങ്ങി HAയിലെ ഏതോ ഒരു എലമെന്റ് എടുത്തപ്പോൾ ആ എലമെന്റ് A Hലുണ്ടെന്ന് കിട്ടും. അപ്പോൾ HA സബ്സെറ്റ് ഓഫ് AH കണ്ട? AH സബ്സെറ്റ് ഓഫ് HA, HA സബ്സെറ്റ് ഓഫ് AH ശരിയല്ലേ? യൂസിങ് 1 and 2 we get AH is equal to HA for all A belongs to G. Therefore, H is a normal subgroup of G. അല്ലേ? ഒരു ഗ്രൂപ്പിന്റെ ഒരു അബീലിയൻ ഗ്രൂപ്പിന്റെ സബ് ഗ്രൂപ്പ് ഉറപ്പായിട്ട് എന്തായിരിക്കും? Hence subgroup of an abelian group is always normal. Hence subgroup of an വളരെ പ്രധാനപ്പെട്ട കാര്യമാണ്. Subgroup of an abelian group is always normal. Subgroup of an abelian group is always normal. ഒരു അബീലിയൻ ഗ്രൂപ്പിന്റെ സബ് ഗ്രൂപ്പ് എന്തായിരിക്കും? എല്ലായ്പ്പോഴും നോർമൽ സബ് ഗ്രൂപ്പ് ആയിരിക്കും. Next theorem. The center of a group is always normal. The center of a group is always normal. സെന്ററിനെ ഡിനോട്ട് ചെയ്ത് എങ്ങനെയാണ്? സെന്ററിനെ ഡിനോട്ട് ചെയ്യുന്നത് എങ്ങനെയാണ്? സെന്റർ ഓർമ്മയുണ്ടോ? സെന്റർ ZG of a group is always normal. The center ZG of a group is always normal. ഓർമ്മയുണ്ടോ സെന്റർ എന്ന് വെച്ചാൽ എന്താണെന്ന്? സെൻട്രൽ സെന്റർ എന്ന് വെച്ചാൽ എന്താണെന്ന് അറിയാം? സെന്റർ എന്ന് വെച്ചാൽ എന്താണ്? always a normal subgroup of G അല്ലേ? G എന്ന ഗ്രൂപ്പിന്റെ G എന്നൊരു ഗ്രൂപ്പ് എടുത്തിട്ട് അതിന്റെ സെന്റർ ഓഫ് G എന്ന് ഉദ്ദേശിക്കുന്ന ആരാണോ സെന്റർ ഓഫ് G എന്ന് വെച്ചാൽ set of all x belongs to G such that Ax is equal to XA for all A belongs to G. ജിയിലെ എല്ലാ എലമെന്റ്സുമായിട്ടും കമ്മ്യൂട്ട് ആവുന്ന എലമെന്റ്സുകളുടെ കളക്ഷൻ ആണെന്ന് വിളിക്കുന്നത് സെന്റർ എന്ന് വിളിക്കുന്നത്. ഓർമ്മയുണ്ടോ?
ജിയിലെ എല്ലാ എലമെന്റ്സുകളെയും ആയിട്ട് കമ്മ്യൂട്ട് ചെയ്യുന്ന ജിയിലെ തന്നെ എലമെന്റ്സുകളെ വിളിക്കുന്ന പേരാണ് സെന്റർ. നമ്മൾ ആദ്യത്തെ മോഡ്യൂളിൽ പഠിച്ചതാ അല്ലെ. let G be a group and the center of G is Z of G is equal to set of all A such that set of all A belongs to G such that Ax is equal to XA for all X belongs to G. നമുക്ക് സെന്റർ ഓഫ് ജി നോർമൽ സബ് ഗ്രൂപ്പ് എന്നല്ലേ കാണിക്കേണ്ടത്. സെന്റർ ഓഫ് ജി നോർമൽ സബ് ഗ്രൂപ്പ് ആണെന്ന് കാണിക്കാൻ വേണ്ടി തൊട്ട് മുമ്പേ പറഞ്ഞ തിയറം അപ്ലൈ ചെയ്യാം. തൊട്ട് മുമ്പേ പറഞ്ഞ തിയറം എന്താണ്? എക്സ് എച്ച് എക്സ് ഇൻവേഴ്സ് അല്ലെ. എക്സ് എച്ച് എക്സ് ഇൻവേഴ്സ് സബ്സെറ്റ് ഓഫ് എച്ച് എന്ന് കാണിച്ചാൽ മതിയല്ലോ. അപ്പൊ ഇവിടെ എച്ചിന്റെ പ്ലേസിൽ ഇസഡ് ജി ആണ് അല്ലെ. ഇസഡ് ജിയിൽ ഒരു എലമെന്റ് എടുക്കുക. ലെറ്റ് pi element of Zg and b element of G അല്ലെ. നമുക്ക് എന്തറിയാം? then we have എന്താണ് പ്രത്യേകത? സെന്റർ ഓഫ് ജിയിലെ ഒരു എലമെന്റ് വൈ എ എടുത്താൽ എ എക്സ് എക്സ് എ ആയിരിക്കുമല്ലേ ജിയിൽ ഏത് എലമെന്റുമായിട്ട്. അപ്പോൾ വൈ സെന്റർ ഓഫ് ജിയിൽ എലമെന്റ് ആണെങ്കിൽ എന്താ എ ബി വൈ ഇസ് ഈക്വൽ ടു വൈ ബി അല്ലേ. സെൻട്രൽ എലമെന്റ് ആയതുകൊണ്ടാണ് അല്ലെ. സെൻട്രൽ എലമെന്റ് ആയതുകൊണ്ടാണ്. ശരിയാണോ? സെൻട്രൽ എലമെന്റ് ആയതുകൊണ്ടാണ്. Therefore ഞാൻ രണ്ട് സൈഡും y ഇൻവേഴ്സ് ഓപ്പറേറ്റ് ചെയ്താൽ എന്താവും? ബി ഇൻവേഴ്സ് ഓപ്പറേറ്റ് ചെയ്താലോ? ബി ഇൻവേഴ്സ് ബി വൈ ഈക്വൽ ടു ബി ഇൻവേഴ്സ് വൈ ബി. ബി ഇൻവേഴ്സ് വൈ ബി രണ്ടിടത്തും ബി ഇൻവേഴ്സ് ഓപ്പറേറ്റ് ചെയ്യും. അപ്പോൾ ബി ഇൻവേഴ്സ് ബി ഐഡന്റിറ്റി വൈ ആവും അല്ലേ. വൈ ഇസ് ഈക്വൽ ടു ബി ഇൻവേഴ്സ് വൈ ബി. നമുക്ക് അങ്ങനെയല്ലേ പറയണേ. എല്ലാം ഒന്ന് എക്സ് എക്സ് എച്ച് എക്സ് ഇൻവേഴ്സോ എക്സ് ഇൻവേഴ്സ് എക്സ് എച്ച് എക്സ് ഇൻവേഴ്സ് എക്സ് എച്ച് എക്സ് ഇൻവേഴ്സ് വേണം അല്ലേ. അങ്ങനെ എടുക്കാം. ഇവിടെ ബി ഇൻവേഴ്സ് കൊണ്ട് therefore ബി വൈന്റെ റൈറ്റ് സൈഡിൽ ബി ഇൻവേഴ്സ് കൊടുക്കാം. നമുക്ക് വേണ്ടത് അങ്ങനെയല്ലേ. റൈറ്റ് സൈഡിൽ എക്സ് ഇൻവേഴ്സ്. അപ്പോൾ ബി വൈ ബി ഇൻവേഴ്സ് ഈക്വൽ ടു വൈ ബി ബി ഇൻവേഴ്സ്. ബി ഇൻവേഴ്സ് ഓപ്പറേറ്റ് ചെയ്തപ്പോൾ അപ്പൊ എന്തായി? ബി വൈ ബി ഇൻവേഴ്സ് ഇസ് ഈക്വൽ ടു വൈ ബി ബി ഇൻവേഴ്സ് വൈ ഇൻറ്റു ഇ അല്ലേ. അപ്പോൾ ബി വൈ ബി ഇൻവേഴ്സ് ഇസ് ഈക്വൽ ടു വൈ ഐ. ശരിയല്ലേ? ദാറ്റ് ഈസ് ബി വൈ ബി ഇൻവേഴ്സ് ഇസ് ഈക്വൽ ടു വൈ. ഈ വൈ എവിടത്തെ എലമെന്റാ? സെന്റർ ഓഫ് ജി എലമെന്റ് അല്ലേ. അങ്ങനെ എടുത്തിരിക്കുന്നത് വൈ എലമെന്റ് ഓഫ് സെന്റർ ഓഫ് ജി എന്നാണ് പറഞ്ഞിരിക്കുന്നത്. അപ്പൊ ബി വൈ ബി ഇൻവേഴ്സ് എവിടെ ഉണ്ടായി? സെന്റർ ഓഫ് ജി. ബി വൈ ബി ഇൻവേഴ്സ് സെന്റർ ഓഫ് ജിയിൽ ഉണ്ടെങ്കിൽ ബി വൈ ബി ഇൻവേഴ്സ് സെന്റർ ഓഫ് ജിയിൽ ഉണ്ടല്ലോ. അപ്പോൾ
y എവിടെ നിന്ന് എടുത്തു? സെന്റർ ഓഫ് ജി എന്നല്ലേ? അപ്പൊ ബി സെന്റർ ഓഫ് ജി ബി ഇൻവേഴ്സ് സബ്സെറ്റ് ഓഫ് സെന്റർ ഓഫ് ജി ആയില്ലേ അല്ലേ? ബി വൈ ബി ഇൻവേഴ്സ് എവിടെ എലമെന്റ്? ബി സെന്റർ ഓഫ് ജി ബി ഇൻവേഴ്സ് സബ്സെറ്റ് ഓഫ് സെന്റർ ഓഫ് ജി ആയല്ലോ. ഫോർ ഓൾ ഏതൊരു എലമെന്റിൽ എടുത്തേ, ഫോർ ഓൾ ബി ബിലോങ്സ് ടു ജി. ഹെൻസ് സെന്റർ ഓഫ് ജി ബൈ തിയറം 1 ആണ്. സെന്റർ ഓഫ് ജി തൊട്ടുമുമ്പുള്ള നോർമൽ സബ് ഗ്രൂപ്പിന്റെ ഡെഫിനിഷൻ പറഞ്ഞ ആദ്യം പറഞ്ഞില്ല തിയറം, അതാണ്. ഹെൻസ് സെന്റർ ഓഫ് ജി ഈസ് എ normal subgroup of G. അപ്പോൾ അബീലിയൻ ഗ്രൂപ്പ് ആണെങ്കിൽ എല്ലാ സബ് ഗ്രൂപ്പുകളും നോർമൽ സബ് ഗ്രൂപ്പ് ആയിരിക്കും. സെന്റർ ഓഫ് ഒരു ഗ്രൂപ്പിന്റെ സെന്റർ നോർമൽ ആയിരിക്കും അല്ലെ?